ജില്ലാ കളക്ടർമാരാണ് ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാര്. ചീഫ് സെക്രട്ടറി കൃത്യമായിട്ട് അജണ്ടയിൽ നിന്ന് തന്നെ ഇതെടുത്ത് മാറ്റുന്നു. ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. വീണ്ടും അതിലൊരു സംശയമുള്ളത്, ഇപ്പോൾ ഈ ജില്ലാ കളക്ടർമാർക്ക് ഇതിൽ ഇടപെടാം, പക്ഷേ ജില്ലാ കളക്ടർ ഇടപെടാൻ അശക്തനാകുന്നത് എന്തുകൊണ്ടാണ്? ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ആരാണ്? സർവശക്തനായ കമാൻഡർ ഇൻ ചീഫിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അവിടെയാണ് ഇതിൽ ചില അഴിമതികളോ ഇതൊക്കെ കൂടി അന്വേഷിക്കട്ടെ. ഇതൊക്കെ കൂടി അന്വേഷിക്കണം. കാര്യം ഈ ജീവൻ എടുത്തതാരാണ്, നാളെ ഇത് സംഭവിക്കില്ല. ഒരു വിഷയം അറിയോ സാറേ, എനിക്ക് തോന്നുന്നു 2018 പ്രളയത്തിൽ 400-ലധികം ജീവനുകൾ, 2019 120-ലധികം ജീവനുകൾ, 2024 120-ലധികം ജീവനുകൾ, ഇപ്പോൾ 8 പേർ. ഈ മരണപ്പെടുന്നവർക്കും സാധാരണക്കാരായതുകൊണ്ടാണോ ഇവർക്കൊന്നും ഈ നീതി കിട്ടാത്തത്? എന്റെ ചോദ്യം ഇതാണ്. ഇതൊക്കെ ഇവരുടെ ജീവനൊന്നും വിലയില്ലേ എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഉദ്യോഗസ്ഥ അനാസ്ഥ കൊണ്ട്, അലംഭാവം കൊണ്ട് നഷ്ടപ്പെട്ടതിന് ഇവരെയൊക്കെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ഇനി പറയാനാണെങ്കിൽ ഒട്ടേറെയുണ്ട്. സമയക്കുറവ് മൂലം ഇന്നത്തെ റൈറ്റ് സൈഡിന്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രം പറയാം. ഈ പഠന റിപ്പോർട്ടുകളോ മുന്നറിയിപ്പുകളോ സാങ്കേതികമായ ഉപദേശങ്ങളോ ലഭിക്കാഞ്ഞിട്ടല്ല. ഈ പറയുന്ന അതോറിറ്റിക്ക് ഒറ്റ ഉദാഹരണം മാത്രം വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സെന്റർ ഫോർ ടെക്നോളജി ഓൾട്ടർനേറ്റീവ്സ് ഫോർ റൂറൽ ഏരിയാസ് എന്ന് പറഞ്ഞിട്ട് IIT മുംബൈയുടെ ഒരു ഡിവിഷനുണ്ട്. അവർ കോഴിക്കോട്ട് IIM-ഉം കോഴിക്കോട്ടെ NIT-യും ജപ്പാനിലെ കിയോ യൂണിവേഴ്സിറ്റിയും ചേർന്ന് പ്രസിദ്ധീകരിച്ചതിൽ പ്രധാന 3 പോയിന്റ്. ഒന്ന്, ടെക്നോളജിക്കൽ ഷോർട്ട് ഫോൾസ്. ഈ ഏർലി വാർണിംഗ് സിസ്റ്റംസ് അവിടെ റിയൽ ടൈം ഡേറ്റ കിട്ടുന്നില്ല, കളക്ഷൻ കിട്ടുന്നില്ല, കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവസാന വട്ടം ചെയ്യാവുന്ന ചില നടപടികൾ എടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എടുക്കാൻ കഴിയുമെന്ന് ഒഡീസയിലടക്കം നമ്മൾ കണ്ടതാണ്. വമ്പൻ ചുഴലിക്കാറ്റ് വന്നതിന് മിനിമം ഡാമേജുമായിട്ട് പരിഹരിച്ചതാണ്. 2, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസ്കണക്ട്സ്. വിവിധ ഏജൻസികളും ഗവൺമെന്റ് വകുപ്പുകളും തമ്മിൽ ഏകോപനം ഇല്ല. ഇപ്പോൾ നമ്മൾ കണ്ടതിന് ക്ലാസിക് ഉദാഹരണമാണ് കമ്മ്യൂണിറ്റി എക്സ്ക്ലൂഷൻ. ഇതിൽ ആരാണ് സ്റ്റേക്ക് ഹോൾഡർ? അമ്പാടി ചോദിച്ച പോലെ ഇവിടെ ജീവിക്കുന്ന ഞാൻ, എനിക്ക് ചുറ്റുമുള്ളവർ, ഈ സമൂഹത്തിനോ ഗ്രാസ് റൂട്ട് ലെവലിലോ ഇത്തരം ഒരു കാര്യത്തിലും ഒരു സേയുമില്ല. അവരെ പരിഗണിക്കുന്നില്ല, അവരുമായിട്ട് ആശയവിനിമയം നടത്തുന്നില്ല. പറഞ്ഞു വരുന്നത്, ഇനിയും ഒരു ദുരന്തം ഉണ്ടാവാൻ കാത്തു നിൽക്കാതെ ഇത്തരം മുന്നറിയിപ്പുകൾ, പഠനം ഇഷ്ടം പോലെയുണ്ട്, റിപ്പോർട്ടുകൾ ഇഷ്ടം പോലെയുമുണ്ട്. ഇച്ഛാശക്തിയാണ് വേണ്ടത്.